കളമശ്ശേരി എന്ന നാടിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. 10-12 വാർഡുകളിൽ മഞ്ഞപ്പിത്തമൊക്കെ തന്നെ പടരുകയാണ്. കൂടുതൽ കേസുകളും അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ്. അതായത് ഇപ്പം ടോട്ടൽ 13 കേസാണ്. 10-12 വാർഡുകളിലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം നമ്മൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക്, അതായത് വെള്ളം, ഐസ്, കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇതേ കേസുകൾ ഉണ്ടായിരുന്നതാണ്. അപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളും ഒരു 13 കേസ് മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി ഇനി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ അടിയന്തരമായിട്ട് ഹെൽത്ത് കമ്മിറ്റി കൂടി അതിനകത്ത് കുറേ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഡ്രൈവ്, വീണ്ടും ഒരു സൂപ്പർ സ്പെഷ്യൽ ഡ്രൈവിലേക്കും ഇറങ്ങാനാണ് ഇന്നത്തെ തീരുമാനം. എന്താണ് ആ നാട്ടിലെ സാഹചര്യം എന്നതുൾപ്പെടെയുള്ള കാര്യം വിഷ്ണു പ്രകാശ് നമ്മളോട് പറഞ്ഞുതരും. വിഷ്ണു, വല്ലാത്തൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ? ഈ നടപടികളൊക്കെ, പ്രതിരോധ മാർഗങ്ങളൊക്കെ എങ്ങനെ ചെയ്തു പോകുന്നു? പൂജ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഈ എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം കൂടുതൽ ഒന്നുകൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് നേരത്തെ വേങ്ങൂര് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം രൂക്ഷമായി വ്യാപിക്കുന്നതും അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിലടക്കം വലിയ ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ജനങ്ങൾ നേരിടുന്നതും കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കളമശ്ശേരി പ്രദേശത്ത് ഈ മഞ്ഞപ്പിത്തം വീണ്ടും വരുന്നത്. ഇത് 10-12 വാർഡുകളിലാണ് അധികമായും ഈ ഇത്തരത്തിലുള്ള മഞ്ഞപ്പിത്തം കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 13 കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ള വാർഡുകളിലും ഈ 10-12 വാർഡുകളോട് പരിസരത്ത് തന്നെയുള്ള ആ മറ്റ് പ്രദേശങ്ങളിലും ആളുകൾക്ക് ഈ രോഗലക്ഷണങ്ങൾ കണ്ട് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം എത്തിയിട്ടില്ല. നിലവിൽ ഇതിനു വേണ്ട ഇന്ന് അടിയന്തരമായി കളമശ്ശേരി നഗരസഭയിൽ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ അവർക്ക് കൃത്യമായ റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. റിപ്പോർട്ടുകൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അടക്കം റിപ്പോർട്ടുകൾ സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത്തരത്തിലൊരു ഇതാണ് ഈ നഗരസഭ അധികൃതർ പുറത്തോട്ട് വന്നത്. ഇതിനു വേണ്ട സൂപ്പർ ക്ലോറിനേഷൻ അടക്കമുള്ള പദ്ധതികൾ, അത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ കിണർ വെള്ളത്തിൽ അടക്കം ഈ വീടുകളിലെല്ലാം കിണറിലും മറ്റും ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഏതായാലും വലിയ ജാഗ്രതയിലാണ് ഈ കളമശ്ശേരി പ്രദേശത്തുള്ളത്. ഇതിനു മുമ്പും കഴിഞ്ഞ വർഷവും ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ ഇത്തരം ഒരു രോഗവ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടകളിലും അടക്കം പോകുന്ന, അവിടെ നിന്നെല്ലാം ഭക്ഷണം കഴിക്കുന്നവരും ഈ ഐസ്, ഈ തട്ടുകടകളിലടക്കം ധാരാളമായുള്ള ഒരു പ്രദേശമാണ് ഈ കളമശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഐസിന്റെ അതീവ ജാഗ്രത പാലിക്കണം. നഗരത്തിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ സമയത്തൊക്കെ തന്നെ വലിയ ജാഗ്രത പുലർത്തണം. കുഞ്ഞുങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായി തന്നെ തുടരണം. മലിനജലമൊക്കെ തന്നെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതുമായി സമ്പർക്കം പുലർത്തുന്ന സാഹചര്യമൊക്കെ തന്നെ തീർച്ചയായും ഒഴിവാക്കണം.